എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ കണ്ടമംഗലം നാരായണൻ നമ്പൂതിരി, കോഴിക്കോട്. എൻ്റെ KKN ചൂരൂർ മീഡിയ എന്ന ചാനലിലേക്ക് എല്ലാ ശ്രോതാക്കളെയും അർദ്ധവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചത്. ഇന്ന് നമ്മൾ പറയുന്നത് ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പല വഴിപാടുകളും കഴിക്കാറുണ്ട്. അപ്പം അങ്ങനെ പല വഴിപാടുകളും കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണം ആ ക്ഷേത്രത്തിലെ ഈശ്വരനാണ് തരുന്നത് എന്ന് നമ്മൾ മൂഢമായി വിശ്വസിക്കുകയാണ്. എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ട്. ഗുണങ്ങളെന്ന് പറയാൻ വയ്യ, ദോഷങ്ങളാണ് കൂടുതൽ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കുട്ടി പരീക്ഷയിൽ പഠനത്തിൽ വളരെ മോശമാണ്. അപ്പം ഈശ്വരവിശ്വാസം അധികമായിട്ടുള്ള രക്ഷിതാക്കൾ എന്താ ചെയ്യുക, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു രാജഗോപാല മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കാൻ വേണ്ടി അത് ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകും. ജ്യോത്സ്യം പറയും ഒരു 90 ദിവസം രാജഗോപാല മന്ത്രത്തെ കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഒരു വിഷ്ണു ക്ഷേത്രത്തിലോ ആണ്, അല്ല അങ്ങനത്തെ ഒരു ഭഗവതി ക്ഷേത്രത്തിൽ ചെല്ലും. അങ്ങനെ അവിടെ ചെന്ന് അത് ഒരു 90 ദിവസത്തേക്ക് അത് ഷീട്ടാക്കുന്നു. ഒന്നിന് എത്രയാണ്, ഒന്നിന് 20 രൂപ. അങ്ങനെ 90 ദിവസം ഈ പൈസ കണക്കൂട്ടി പോകും. അത്ര പൈസ അവിടെ അടച്ചിട്ട് തൻ്റെ കുട്ടി വിജയിക്കും എന്നുള്ള ആ ഒരു ആത്മാർത്ഥമായ ചിന്തയോടുകൂടിയാണ് അവർ ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധാരണ അധിക ക്ഷേത്രത്തിലും ശാന്തിക്കാരങ്ങ് അതാവ് സീറ്റോടെ വാങ്ങി കുറച്ച് പ്രസാദത്ത് കൊടുക്കുന്നല്ലാതെ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഞാൻ അങ്ങനെ കുറ്റം പറയില്ല, കഴിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പം ഇവരെ സംബന്ധിച്ച് അവർ വീട്ടിൽ ചെന്ന് പറയുന്നതാണ്, കുറച്ച് പ്രസാദം നേരെ കൊടുക്കും. ചില തിരുമധുരം എന്താ കൊടുക്കാനും മതി, മധുരം എന്തെങ്കിലും കൊടുക്കും. 20 രൂപ വാങ്ങണ്ടല്ലോ. അങ്ങനെ അവർ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മോനോട് പറയണ്ട, മോനെ നീ പരീക്ഷയെ പാസ്സാവൂ, അമ്മ നിൻ്റെ പേരിൽ രാജഗോപാല മന്ത്രം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട, നീ പരീക്ഷയെ പാസ്സാവുമെന്ന് പറയും. ഇത് കേട്ട മകനെ ഒരു ആത്മവിശ്വാസം വരികയാണ്, ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും പരീക്ഷയിൽ ഭഗവാൻ എന്നെ പാസ്സാക്കും എന്നുള്ള, അല്ലെ ഭഗവതി എവിടുത്തെ ആ ഒരു വിശ്വാസം ഉറക്കുകയാണ്. അങ്ങനെ ഉറച്ചിട്ട് സംഭവിക്കാൻ പോകുന്നത്, ആ കുട്ടി പഠനത്തിൽ നിന്നും ആദ്യമുള്ളതിനേക്കാളും കൂടുതൽ പിന്നോട്ട് തൂങ്ങും. കാരണം താൻ പഠിക്കേണ്ട ആവശ്യമില്ല, അമ്മ എനിക്ക് വേണ്ടി ആ ദേവൻ്റെ അടുത്ത് പോയിട്ട് ഒരു കൈക്കൂലി എന്ന് വേണേൽ പറയാം കൊടുത്തിട്ടുണ്ട്. അപ്പം എന്നെ ദേവൻ അല്ലെ ആ ദേവി എന്നെ പരീക്ഷാ സമയത്തൊന്ന് സഹായിക്കുന്നു ആ കുട്ടി വിശ്വസിക്കുകയാണ്. അങ്ങനെ ആ കുട്ടി പരീക്ഷ എഴുതി ദയനീയമായിട്ട് പരാജയപ്പെടും. അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു, അമ്മ അമ്പലത്തിൽ വന്ന് തിരുമേനി ചീത്ത പറയും അവിടുത്തെ ശാന്തിക്കാരനെ, നിങ്ങൾ ആത്മാർത്ഥമായി കഴിച്ചില്ല, എൻ്റെ കുട്ടി തോറ്റുപോയില്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ അയാൾക്ക് അങ്ങനെ കമ്മിറ്റിക്കാരൻ ചീത്ത പറയും ശാന്തിക്കാരൻ. അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്, ഈ കുട്ടിയുടെ യഥാർത്ഥ ബുദ്ധി മേധ അതൊരിക്കലും പ്രവർത്തിക്കില്ല. കാരണം ഭഗവാൻ ജയിപ്പിക്കല്ലോ എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുക. അതാണ് ഏറ്റവും വലിയ അബദ്ധം. അപ്പോൾ ഒരിക്കലും നമ്മൾ വഴിപാട് ഇങ്ങനെ പരീക്ഷയെ പാസ്സാവാനോ ഇതിനൊന്നും ജോലി കിട്ടാമെന്ന് വഴിപാട് നടത്തിയിട്ട് യാതൊരുവിധ കാര്യമില്ല. കാരണം ഒരു 50 കൊല്ലത്തെ പരിചയമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 50 കൊല്ലം പല ക്ഷേത്രങ്ങളും, കേരളത്തിലെ പല ക്ഷേത്രങ്ങളും പൂജിച്ചൊരു പൂജാരിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവം പറഞ്ഞത്, അവിടെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന കുട്ടീനോട് പറയാം, മോനെ നീ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ അവർക്ക് നേരത്തെ എഴുന്നേൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. എഴുന്നേറ്റ ഒരു ദിവസം വെള്ളം എന്താ ഇനിയിപ്പം കുടിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക, അങ്ങനെ വിശ്രമിക്കാനുള്ള, അല്ലെങ്കിൽ ഒന്ന് ഉഷാറാകാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു അന്തരീക്ഷം, ലഹളയൊന്നും ഇല്ലാത്ത നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുക, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടാക്കുക. അങ്ങനെ ഒരു 5 മണിക്ക് എഴുന്നേറ്റ കുട്ടിക്ക് നല്ല ലൈറ്റൊക്കെ ഉള്ള നല്ലൊരു കസേര മേശ അങ്ങനെ നല്ല സ്ഥലത്ത് പഠിക്കാനുള്ള എല്ലാവിധ ബുദ്ധിമുട്ടില്ലാണ്ട് റെഡിയാക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ ആ കുട്ടിയോട് പറയാം എങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ, അതുകൊണ്ട് മോനെ നന്നായിട്ട് പഠിക്കണം. നീ പഠിച്ചിട്ട് അച്ഛനോ അമ്മയ്ക്കല്ല ഗുണം, നിനക്കാണ് ഗുണം. നീ പഠിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം ഭംഗിയാവും. നീ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയാലും നല്ല ഉയർന്ന സ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. ഒരു IPS IAS എന്ന് വേണ്ട, ഏത് ഉദ്യോഗം കിട്ടണമെങ്കിൽ നന്നായി പഠിക്കണം. അപ്പം നിൻ്റെ ഭാവിക്ക് വേണ്ടിയാണ് നീ പഠിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഞങ്ങൾ കുറച്ച് ഞങ്ങൾ മരിച്ചു പോകും, നിൻ്റെ ഭാവി നീ നോക്കണം. അതിനെല്ലാ സൗകര്യങ്ങളും ചെയ്ത് ഒരുക്കി തരിക എന്നുള്ളതാണ് ഞങ്ങളെ ഇത്. അതെല്ലാം കഴിഞ്ഞ് പരീക്ഷയൊക്കെ പാസ്സായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് ഒരു സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെയാ കഴിക്കുക. അതിന് മുന്നേ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് മാനസികമായിട്ട് 2 പ്രശ്നം വരും. കുട്ടി ഭഗവാൻ എന്നെ രക്ഷിക്കുമെന്നുള്ള ആ വിശ്വാസത്തിൽ കുട്ടി എന്ത് ചെയ്യും, പഠിക്കില്ല. അത് മാത്രമല്ല, കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ അങ്ങനെയാണല്ലോ, ഒരു 20 രൂപേൻ്റെ ഒരു പിന്നെ കൈക്കൂലി കൊടുക്കുകയാണ് അവിടെ ദേവൻ. ആ ദേവൻ എന്നെ, അപ്പം കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ ഒരു കൈക്കൂലിൻ്റെ ഒരു ചിന്ത മനസ്സിൽ വരും. എന്തെങ്കിലും കൊടുത്ത് കാര്യം നടക്കുക എന്നുള്ളത്, എന്നാൽ നടത്തിക്കുക എന്നുള്ള
അങ്ങനെ ഒരു ഇതും ഭാവിയിൽ വരാം. ഒരു ഉദ്യോഗസ്ഥനൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ കൈക്കൂലി ചെറുപ്പത്തിലെ ഈ ഒരു ചിന്ത ഉണ്ടായതുകൊണ്ട് ഒരു പക്ഷേ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വാങ്ങാനോ കുട്ടി മടിക്കില്ല. അപ്പം അതുകൊണ്ട് ക്ഷേത്രത്തിൽ ചെന്ന് യാതൊരുവിധ കാരണവശാലും നമ്മളെ ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല. ക്ഷേത്രത്തിൽ പോകുന്ന എന്തിനാ വെച്ചാൽ നമ്മളെ വിശ്വാസപ്രകാരം മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് സദ്ഗതി കിട്ടാൻ വേണ്ടിയൊരു ഉപാധി മാത്രമാണ് ക്ഷേത്രം. അപ്പം അത് ഭഗവാൻ എൻ്റെ കൂടെയാണ്, അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാൻ തന്നെയാവുന്നു ഈശ്വരൻ എന്നും ആയിക്കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വസ്ഥമായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് നമ്മളെ കടമകൾ, അതായത് മകനെ പഠിപ്പിക്കുക, പിന്നെ കുടുംബഭരണം അത് ഭംഗിയായിട്ട് ചെയ്യുക, ജോലിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, നമ്മളെല്ലാ ദൈനംദിന പ്രവൃത്തികളും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. പക്ഷെ ഒരു കാര്യം ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ്, ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്തോളൂ. ഒക്കെ ഈശ്വരന് വേണ്ടി ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ നല്ല കാര്യം, അങ്ങനെ വേണ്ടി ചെയ്യുക. ഇതൊക്കെ ഈശ്വരന് വേണ്ടി ചെയ്യുന്നു, എനിക്ക് വേണ്ടിയല്ല എന്ന് വിചാരിച്ചാൽ ഫലം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ ചെയ്യുക. കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക, അങ്ങനെ കുട്ടികൾക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക, നല്ല അന്തരീക്ഷം ഉണ്ടാക്കുക. വീട്ടിൽ അച്ഛനമ്മ ലഹരം ഉണ്ടാക്കാൻ പാടില്ല, കലഹം ഉണ്ടാക്കാൻ പാടില്ല, കുട്ടീനെ ബാധിക്കും. അങ്ങനെ നല്ലൊരു അന്തരീക്ഷം വളർത്തിയെടുത്ത് ആ കുട്ടീനെ അങ്ങനെ നല്ലൊരു നിലയ്ക്ക് എത്തിക്കാനും ഉണ്ട്. അല്ല ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് വെച്ചുകൊണ്ട് ആ കുട്ടി മാനസികമായിട്ട് തകരും, കുട്ടിക്ക് ചെറുപ്പത്തിലെ പിന്നെ കൈക്കൂലിൻ്റെ ചിന്ത വരും. അങ്ങനെ ആ കുട്ടി ഒന്നുമില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ ഒരിക്കലും ക്ഷേത്രത്തിൽ നിന്ന് വഴിപാട് കഴിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. വഴിപാട് ക്ഷേത്രത്തിൽ കഴിക്കുന്ന ഒരു കമ്മിറ്റിക്കാർ ഇന്ന് അധിക ക്ഷേത്രങ്ങളും ഒരു ബിസിനസ്സാണ്. ഓരോന്നിനും ഇത്ര ബോർഡിൽ എഴുതി തൂക്കിയിട്ടുണ്ടാവും. ത്രികാല പൂജ 600, ജന്മനക്ഷത്ര പൂജ 120, ഉദയാസന പൂജ 300, ഗണപതി ഹോമം 80, പിറന്നാൾ ഹോമം 60, പിന്നെ ഭഗവത്സേവ 200, വിവാഹം 1000, നിറമാല 1500, കെട്ടുനിറ 50, ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. നെയ്വിളക്ക് 20, വിളക്കമാല 15, ചുറ്റുവിളക്ക് എത്ര, ഇങ്ങനെ പിന്നെ കാലെടുത്തേക്കാൻ എത്ര, കൈയെടുത്തേക്കാൻ എത്ര, ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഇത്ര ബിസിനസ്സായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും അത്തരം ചിന്തയൊക്കെ ഒഴിവാക്കണം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാകുന്നു. ഓരോരോ വ്യക്തിയും പറയാം ഞാൻ തന്നെയാകുന്നു ഈശ്വരൻ എന്നാണ്. അതായത് കടലിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന പല പാത്രങ്ങൾ, വ്യത്യസ്ത പാത്രങ്ങൾ കടലിൽ നിന്നും ജലം എടുത്തു കഴിഞ്ഞാൽ അത് കടലവെള്ളം എന്നാണ്, കടലോടാണ്. പക്ഷെ നമ്മൾ പറയാം ഒരു കാസിലെ വെള്ളം, ഒരു കുപ്പിയിലെ വെള്ളം എന്നാണ് പറയുക. പക്ഷേ യഥാർത്ഥത്തിൽ ആ വെള്ളം കടലിൽ നിന്നെടുത്ത വെള്ളമാണ്. ഉപ്പിൻ്റെ ചെവിയൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ കടലിൽ നിന്നെടുത്ത വെള്ളം ഈ അതുപോലെയാണ് നമ്മൾ ഈ സാക്ഷാൽ, അങ്ങനെ നമുക്ക് വേണം വിശ്വസിക്കാം. സാക്ഷാൽ ഭഗവാനിൽ നിന്നും പോകുന്ന ചെറിയൊരു അംശങ്ങളാണ് നമ്മൾ ഇന്നലെ വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും അതാണ് പരസ്പരം അങ്ങോട്ട് നമസ്കാരമൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ആത്മാവും അദ്ദേഹത്തിൻ്റെ ആത്മാവും ഒന്നാണ് എന്നുള്ളൊരു ബോധം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ട് നമസ്കാരം പറഞ്ഞത്. അപ്പം ഇപ്പം ക്ഷേത്രത്തിൽ നോക്കൂ, ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താ ചടങ്ങ് എന്താണെന്ന് വെച്ചത്? ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രിയുടെ ആത്മാവിനെയാണ് ആ വിഗ്രഹത്തിൽ കൊടുക്കുന്നത്. അല്ലാണ്ട് ആകാശത്തിന് സാക്ഷാൽ വൈകുണ്ഠത്തിനോ പിന്നെ മഹാദേവിനോ മഹാവിഷ്ണുവിനോ അല്ലെ കൈലാസനോ മഹാദേവൻ നേരിട്ട് ആവാഹിക്കല്ല ചെയ്യുന്നത്. ഈ തന്ത്രിയുടെ കുണ്ടലിനി ശക്തിയിൽ നിന്നാണ് ആ വിഗ്രഹത്തിന്. അതിൽ ചില പല ക്രിയകൾ അവർ പേര് പറയും. മറ്റേ കുംഭേശകൽക്കരി, രക്ഷോഗ്നോമം, പിന്നെ ശയ്യാപൂജ, ജീവോദ്ദാസനങ്ങൾ, പല കാര്യങ്ങൾ എഴുതിയിട്ട് 1000 കലശം, ബ്രഹ്മകലശം, ഇങ്ങനെ അനവധി ലിസ്റ്റ് കൊടുക്കും. ഇത് പ്രകാരം കമ്മിറ്റിക്കാരെന്ത് ചെയ്യും? ഓരോരുത്തരും സ്പോൺസർ ചെയ്യിപ്പിക്കും. ബ്രഹ്മകലശത്തിന് 25,000 രൂപ ഇതിൻ്റെ അളവക. അങ്ങനെ അതൊരുത്തരും ബിസിനസ് മാറുക. ഈ തന്ത്രിയുടെ ആത്മാവിനെയാണ്, അല്ല ചൈതന്യത്തിൽ നിന്ന് ഒരു അംശമാണ് ആ വിഗ്രഹത്തിൽ സന്നിവേശിപ്പിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് ക്ഷേത്രത്തിൽ പുറമെയുള്ള സാധാരണ കാണുന്ന നമ്മൾ സാക്ഷാൽ ഭഗവാൻ നേരിട്ട് വന്നിരിക്കുകയല്ല. ഈ തന്ത്രിയുടെ ചൈതന്യമാണ് ആ വിഗ്രഹത്തിൽ ശോഭിക്കുന്നത്. അത് തന്ത്രിയുമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടാണ് പറഞ്ഞത്. തന്ത്രിയുടെ കുണ്ടലിനി ശക്തി എന്നാണ് ആവാഹിച്ച് ആ ക്ഷേത്രത്തിൽ ചൈതന്യം കൊടുക്കുന്നത്. അപ്പം അത്തരം ചൈതന്യത്തിന് സാധാരണ സാക്ഷാൽ ഈശ്വരന്മാർ കഴിവൊന്നും ഉണ്ടാവില്ല. മനുഷ്യൻ്റെ മാതിരി ഒരുപാട് പോരായ്മ ഉണ്ടാവും. കാരണം രാവിലെ നട തുറക്കുന്നു, ഭഗവാനെ കുളിപ്പിക്കുന്നു, മേശാന്തി ഭഗവാനെ കുളിപ്പിക്കുന്നു, വസ്ത്രം കുളിപ്പിക്കുന്നു, മരണനേദ്യം കഴിക്കുന്നു, പിന്നെ ഓരോ സമയത്ത് കൃത്യമായി രാവിലത്തെ പൂജ, ഉച്ചപൂജ, അത്താഴ പൂജ. നമ്മൾ രാവിലത്തെ പലഹാരം എന്നൊക്കെ പറഞ്ഞ മാതിരി ആ സ്ഥാനമാണ് എന്താ പറയുക മലർനിവേദ്യം. പിന്നെ രാവിലത്തെ പലഹാരമാണ് പായസ നിവേദ്യമൊക്കെ ഉള്ളത്. അത് ഉച്ചപൂജ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം പായസമൊക്കെ എടുത്ത് ഭഗവാൻ ഉച്ചപൂജ പായസം നിർബന്ധമാണ്. അങ്ങനെ പാൽപ്പായസമൊക്കെ ഉള്ള പായസങ്ങൾ. വൈകുന്നേരം ഒരു ദീപാരാധന ഉണ്ടാവും. അപ്പം നമ്മളൊരു നമ്മളൊരു വൈകുന്നേരം നമ്മൾ ഒരു ഉപാസന ചെയ്യുന്നപ്പോഴത്തേനും ഭഗവാൻ ഒരു ഉപാസന ചെയ്യാനാണ് ദീപാരാധന. പിന്നെ വൈകുന്നേരം രാത്രി നമ്മൾ അത്താഴ ഭക്ഷണമായിരുന്നു ദേവനും അത്താഴ പൂജ, നമ്മൾ അത്താഴ ഭക്ഷണം കഴിക്കുന്നത്. ഇങ്ങനെ നമ്മളെ മാരത്തിന് 3 നേരം ഭഗവാനൊക്കെ ചെയ്യുന്നു. ഇപ്പം അമ്പലത്തിൽ ഒരു അശുദ്ധി വന്നാൽ ഭഗവാൻ അശുദ്ധിയാവും. പിന്നെ അപ്പോൾ ചൈതന്യം നശിക്കും. അപ്പോൾ ഈ സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന എല്ലാവിധ ദോഷങ്ങളും ആ ക്ഷേത്രത്തിൽ ദേവനും ബാധിക്കുന്നു. അപ്പോൾ ആ ദേവൻ അത്രേ കഴിവുള്ളൂ നമ്മളെ അനുഗ്രഹിക്കാൻ, എത്രേ കഴിവുള്ളൂ എന്നുള്ള ബോധം നമുക്ക് ആദ്യം ഉണ്ടാവണം. ക്ഷേത്രത്തിൽ ഓടി ചെന്നാൽ ഭഗവാൻ നമ്മൾ ചിലർ പറയും ഭഗവാനെ എൻ്റെ സർവ്വം രക്ഷിക്കുക, അങ്ങനെയൊന്നും ഭഗവാൻ രക്ഷിക്കില്ല. കാരണം ഭഗവാന്റെ കഴിവ് പരിമിത. കാരണം ഒരു തന്ത്രിയുടെ ജീവനാണ്, ജീവൻ്റെ ഒരു അംശം മാത്രമാണ് ആ വിഗ്രഹത്തിലുള്ളത് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. സാക്ഷാൽ ഭഗവാൻ ഇതൊന്നും ബാധകമല്ല, സാക്ഷാൽ ഭഗവാൻ ഇതൊന്നും ബാധകമല്ല. സാക്ഷാൽ ഭഗവാനും അല്ല അവിടെ ഇരിക്കുന്നത്. സാധാരണ ഒരു മനുഷ്യനിർമ്മിതമായ ഈശ്വരനാണ് എല്ലാ ക്ഷേത്രത്തിലും ഇരിക്കുന്നതെന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടാവണം. അപ്പം
തന്ത്രിക്ക് സ്വന്തം ആത്മാവിനെ ഒരു വിഗ്രഹത്തിലേക്ക് പ്രതിഷ്ഠിച്ച് ഒരു അമ്പലമാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ആത്മാവിൽ നിന്നും അങ്ങനെ എടുത്ത് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല? അതാണ് പറഞ്ഞത്, നമ്മളെല്ലാവരും ഈശ്വരൻ തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാവുന്നു ബ്രഹ്മം, ഞാൻ തന്നെയാവുന്നു ഈശ്വരൻ. പിന്നെ വേറെ ഈശ്വരൻ്റെ ആവശ്യമില്ല. നമ്മൾ ഉള്ളിൽ തന്നെ ഞാനാവുന്ന ഈശ്വരൻ, അവന് വേറെ ഈശ്വരനെ കാണാൻ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്ഷേത്രത്തിൽ പോകാന്ന് പറഞ്ഞാൽ അവിടെ കാര്യമായിട്ട് അടുത്തുള്ള ആൾക്കാർക്കൊന്ന് കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലെ നേരം പോക്ക് പറഞ്ഞിരിക്കുക, പിന്നെ നല്ല മധുരമുള്ള പായസങ്ങളൊക്കെ അത് കഴിക്കുക, പിന്നെ കുറച്ച് കഥയൊക്കെ പറയുക, പിന്നെ വല്ല സപ്താഹം കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ സുഖമായിട്ട് കിട്ടി 8 മണിക്ക് ചെന്ന സപ്താഹത്തിന് ഭക്ഷണം രാവിലെ, ഉച്ചയ്ക്ക് ഊണ്, പായസസഹിതം ഉള്ള ഊണ്. ഇപ്പം നമ്മളെന്താ പറയുക, സപ്താഹങ്കയമായി എന്നാണ് പറയുക. രാവിലത്തെ ഇഡ്ഡലി, സാമ്പാർ, വട ഒക്കെ ഉണ്ടാവും. ഉച്ചയ്ക്ക് അയച്ചാൽ പായസ സഹിതമുള്ള ഭക്ഷണം സപ്താഹങ്കയമായി എന്ന് നമ്മൾ പറയും ചെയ്യും. അത് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം നല്ലാണ്ട് കഴിച്ചാൽ ഉറക്കം വരും. അപ്പം പിന്നെ അമ്പലത്തിൽ കിടന്ന് ഉറങ്ങാൻ വയ്യില്ല. അപ്പം മെല്ലെ ഒന്ന് ആചാര്യ ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം, ഉറക്കം വരുന്നില്ല, ഭക്ഷണം കുറച്ചധികം കഴിച്ചു പോയി, സാധമുണ്ടേ പായസം അങ്ങനെ കഴിച്ചു. അതുകൊണ്ട് വൈകുന്നേരം വരാൻ വൈകുന്നേരം വരുമൊന്നുമില്ല. കാര്യമായിട്ട് ഈ രാവിലത്തെ ചായ ഊണും കിട്ടുക എന്നുള്ളതാണ്. അവിടെ വീട്ടിലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കുട്ടികളൊക്കെ അവർക്കുള്ളൊക്കെ പാർസൽ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരുതരം പിന്നെ ഒരു ബിസിനസ് മാറി ആയിട്ടുണ്ടെന്ന് അധിക ക്ഷേത്രങ്ങളെ സപ്താഹ യജ്ഞങ്ങളെന്ന് പറയുകയാണ്. സപ്താഹത്തിന് കുറ്റം പറയില്ല. അതല്ലാതെ പണ്ടത്തെ മാതിരി ഇപ്പം ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷിത മഹാരാജ ഉപദേശിച്ചു കൊടുത്തതൊന്നും ഒരു പ്രതിഫലം പോലും വാങ്ങാതെ, ഒരു ഭക്ഷണം പോലും പരീക്ഷിത മഹാരാജ കഴിക്കാതെ, അത്രയും ഒരു എല്ലാ ചിന്തകളും അടക്കി ഭഗവാൻ എന്നുള്ള മാത്രമുള്ള ചിന്ത മാത്രമായിട്ട് അങ്ങനെയാണ് ശ്രീശുഖ ബ്രഹ്മർഷി ഈ ഭാഗവതത്വം ഉപദേശിച്ച്. ആ തത്വം ഉപദേശിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ദക്ഷിണ പോലും വാങ്ങാൻ നിൽക്കാതെ ശ്രീശുഖ ബ്രഹ്മർഷി പോയിന്ന്. അങ്ങനെയുള്ള ആചാര്യന്മാരൊന്നും ലോകത്ത് അവിടെ ഇല്ല. ആദ്യമേ പറയും സപ്താഹം വേണം ആചാര്യ, എൻ്റെ സംഖ്യ 55 രൂപയാണ്, കൂടെ ഒരാളുടെ അദ്ദേഹത്തിന് 40 കൊടുക്കണം, പിന്നെ നിവേദ്യം കഴിക്കാൻ ഒരാളെ കൊണ്ടുവരും, അതിന് 40 അദ്ദേഹത്തിന്, പിന്നെ വായിക്കാൻ വേറെ ആൾ, എല്ലാം കൂടി 2-3 ലക്ഷം ദക്ഷിണ ആദ്യമേ പറഞ്ഞ് ഉറപ്പിക്കും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ അവസാനം പോവാറാകുമ്പം എല്ലാവരും ദക്ഷിണ കൊടുക്കും, വസ്ത്രം ഡബിളൊക്കെ കൊടുക്കും, അതൊക്കെ വെകട്ടി കൊണ്ടുപോവുകയും ചെയ്യും. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു ബിസിനസ്സായി മാറിയിട്ടുണ്ടെന്ന് ക്ഷേത്രങ്ങളൊക്കെ ഈ സപ്താഹം കൊണ്ടെന്ന് പറയാണ്. സപ്താഹത്തിനെതിരല്ല, ഭാഗവതം ഞാനും വായിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ വായിക്കും എന്നുള്ള ഉൾക്കൊള്ളേണ്ട ഒരു പാഠം എന്താണെന്ന് പറഞ്ഞാൽ അതിലൊക്കെ പറഞ്ഞ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നീ തന്നെയാകുന്നു ഞാൻ. ഉദ്ധവരോട് ഭഗവാൻ പറയുന്നുണ്ട്, നീ തന്നെ ഉദ്ധവരെ ഞാൻ, ഉദ്ധവർ രണ്ടല്ല ഒന്നാണ്. കാരണം ഉദ്ധവർക്കൊരു വിഷമം ഭഗവാനെ പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. ബദ്രിയാശ്രമത്തിൽ പോകാൻ പറഞ്ഞാൽ ഉദ്ധവർ പോവില്ല, പിന്നെ അങ്ങോട്ട് പോകും, കുറച്ച് അങ്ങോട്ട് വരും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. അപ്പം ഭഗവാൻ തോന്നി ഇയാൾ പോവില്ല എന്ന് ഉറപ്പായി. അപ്പം ആ തത്വം പറഞ്ഞു കൊടുക്കാൻ, ഉദ്ധവരെ അങ്ങും ഞാനും ഒന്നാണ്, രണ്ടല്ല, പിന്നെ ഞാൻ എവിടെയും അങ്ങനെ പിരിഞ്ഞു പോകില്ല, അങ്ങനെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ ആ തത്വം ഉൾക്കൊണ്ട് അങ്ങനെ ബദ്രിയാശ്രമത്തിൽ പോവുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. വേറെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ ഈ വഴിപാട് വയ്ക്കുന്നതൊക്കെ ഒരു ഗുണമില്ലാത്ത കാര്യങ്ങളാണ്. തുറന്ന് പറയാണ്, എൻ്റെ അനുഭവത്തിനാണ് പറഞ്ഞത്. അത് വെറുതെ കുറേ പൈസ വഴിപാട് കഴിച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കും, നമുക്ക് വേണമെങ്കിൽ മഴവെള്ളം ഇരിക്കുക, ഭക്ഷണം സുഖമായിട്ട് കഴിക്കുക, ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടും, അങ്ങനെയല്ല അമ്പലത്തിൽ നിന്ന്. ഇങ്ങനെ ചില ഭൗതിക ഗുണങ്ങളുണ്ടെന്നല്ലാതെ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കാൻ പോലില്ല. എല്ലാവർക്കും നമസ്കാരം. ബാക്കി നമുക്ക് നാളെ കാണാം.